ഹലോ, ഗുഡ് മോർണിംഗ്. അയ്യോ, ഗുഡ് മോർണിംഗ് അല്ല, ഓൾമോസ്റ്റ് ലേറ്റായി എണീക്കാൻ തന്നെ കേട്ടോ. 10 മണിയായിട്ടുണ്ടായിരുന്നു. പിന്നെ എണീച്ചിട്ടും പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ തന്നെ അങ്ങനെ കിടന്നതാണ് കേട്ടോ. അങ്ങനെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ വെള്ളം കുടിക്കുന്ന ശീലം ചില യൂട്യൂബേഴ്സിൻ്റെയിലൊക്കെ കണ്ട് ഞാനും സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഉള്ളത് പറയാലോ, ഇത് ഹെൽത്തിന് ഭയങ്കര നല്ലതാണെങ്കിൽ പോലും എനിക്ക് വെറും വയറ്റിൽ വെള്ളം കുടിച്ചാൽ ഛർദ്ദിക്കാൻ വരും. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശീലമില്ലാത്തതുകൊണ്ടാവും. ശീലമായി കഴിഞ്ഞാൽ പിന്നെ സെറ്റ് ആവാൻ മതിയാവും. പക്ഷെ എന്നാലും എനിക്കത് അങ്ങോട്ട് ഓക്കെ ആവുന്നില്ല. അതിപ്പോൾ ഓരോരുത്തർക്കും ഓരോ ശീലമല്ലേ, പെട്ടെന്ന് അങ്ങോട്ട് മാറ്റാനൊന്നും പറ്റൂല. പക്ഷേ എന്നാലും ചില കാര്യങ്ങളൊക്കെ മാറ്റണം എന്ന് നമ്മൾ അത്രയും വിചാരിക്കുന്നുണ്ടെങ്കിൽ മാറ്റാനൊക്കെ പറ്റും കേട്ടോ, അത് വേറെ കാര്യം. അപ്പോൾ ഈ പറഞ്ഞ നേരത്തിന് ഞാൻ സോഫയൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ ഇരിക്കേണ്ട സാധനം ഇരിക്കേണ്ടവിടെ തന്നെ ഇരുന്ന് കാണുമ്പോൾ നല്ലൊരു സുഖമാണ് മനസ്സിന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മൈൻഡിൽ ഈ നെഗറ്റീവ് തോട്ട്സൊക്കെ വരുന്ന സമയത്ത് ഈ ഇരിക്കുന്ന സാധനങ്ങൾ വീണ്ടും ഒന്ന് അടക്കി പെറുക്കി വെക്കുന്നൊരു സ്വഭാവമൊക്കെ എനിക്കുണ്ട്. അധികവും ഞാൻ കയറൽ അലമാരൻ്റെ ഒക്കെയാണ് കേട്ടോ. കാരണം അലമാരൊക്കെ നന്നാക്കി വെക്കുമ്പോൾ നമുക്കൊരു ഒരു ഒരു എന്താ പറയുക, എക്സ്ട്രാ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് അവിടെ ഫീൽ ചെയ്യും. അല്ലെങ്കിലും നമ്മളെ മൈൻഡ് എങ്ങനെയാണോ അതുപോലെ ഉണ്ടാവും നമ്മളിരിക്കുന്ന സ്ഥലം എന്നൊക്കെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും ഇവിടെയൊക്കെ ഓൾമോസ്റ്റ് എല്ലാം നേരെയായിട്ടുണ്ട്, നല്ല വൃത്തിയായിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനിയിപ്പോൾ അടുത്ത പരിപാടികളൊക്കെ ചായ കുടിക്ക് ശേഷമാണ് കേട്ടോ. അടിച്ചു വാരൽ, തുടയ്ക്കൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഏതായാലും ചായ കുടിക്കാനിരുന്നിട്ടുണ്ട്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് പൂരിയും മുളകിട്ട മീൻകറിയാണ് കേട്ടോ. ഉള്ളത് പറഞ്ഞാൽ എൻ്റെ ബെസ്റ്റ് എവർ കോംബോ ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പൂരിയും മീൻകറി, അതുപോലെ പുട്ട്, മീൻകറി, അതൊക്കെ. എസ്പെഷ്യലി പൂരി എൻ്റെ പേഴ്സണൽ ഫേവറേറ്റും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഫുഡ് കഴിച്ചു. ഇന്നിപ്പോൾ ഞാൻ മാമൻ്റെ വീട്ടിലാണ് ഉള്ളത്. ഇവിടേക്ക് ഒരു 2 ദിവസത്തേക്ക് നിൽക്കാൻ വേണ്ടി വന്നതാണേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊന്നുമില്ലെങ്കിലും ഉമ്മൻ്റെ വീട്ടിൽ പോയി നിൽക്കാമെന്ന് പറയുമ്പോൾ അതില്ലെങ്കിൽ അവിടെ ഒരു ഭയങ്കര കംഫർട്ടബിൾ ഫീലിംഗ് ആണല്ലോ. അങ്ങനെ ചായ കുടിക്കൊക്കെ ശേഷം പിന്നെ ഉമ്മ ഇവിടെ കൂന്ത നന്നാക്കുന്നുണ്ട്. കൂന്ത മുറിക്കാൻ എനിക്കിഷ്ടമാണ്, പക്ഷേ ഈ മഷി എന്ന് പറയുന്ന സാധനമില്ലേ, അത് കയ്യിലാവുന്നതുകൊണ്ട് അങ്ങനെ ഈ പണിക്ക് തന്നെ വീട്ടിലങ്ങനെ ഏൽപ്പിക്കാറില്ല. കാരണം ഇത് കൂട്ടേണ്ടതാണല്ലോ, അതുകൊണ്ട്. എന്തായാലും അതവിടെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ നേരം കൊണ്ട് ഞാൻ ചൂലെടുത്ത് വന്നിട്ടുണ്ട് അടിച്ചു വാരാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എനിക്കാകെയുള്ള പണി ഇതൊക്കെ തന്നെയാണ്. പ്രത്യേകിച്ച് എനിക്കങ്ങനെ വലിയ പരിപാടികളൊന്നുമില്ല. അപ്പം ഈ പാട്ടൊക്കെ കേട്ടുകൊണ്ട് പണിയെടുക്കാൻ അത് വേറെ തന്നെ ഒരു ഫീലിംഗ്, ഒരു എനർജി ബൂസ്റ്ററൊക്കെ പോലെ. നമ്മൾ വേറെ ഏതോ മൈൻഡിലായിരിക്കും, നമ്മളെ പണി അങ്ങ് നടക്കുകയും ചെയ്യും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വേഗം പോയി കുളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുളിക്കാൻ പോയ സമയത്ത് തന്നെ ഇടാനുള്ള ഡ്രസ്സൊക്കെ ഉമ്മ എടുത്ത് ബെഡിൽ വെച്ചിട്ടുണ്ട്. നിങ്ങളിത് എന്നുള്ള ശീലമാണെന്നൊന്നും വിചാരിക്കണ്ട, ഇന്ന് വേറെ എന്തോ എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അതവിടെ എടുത്ത് വെച്ചു എന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ കുറച്ച് പ്രഹസനങ്ങളാണ് കുളിച്ച് വന്നിട്ടുള്ളത് നിങ്ങൾ കാണുന്നത്. പിന്നെ നിസ്കരിക്കാൻ പോയി, നിസ്കരിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ മാമൻ്റെ മോനുണ്ട്, ആൾ തൊട്ടിപ്പുറത്ത് തന്നെ സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പോൾ പോകുമ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിളിക്കാൻ, എന്നോട് തന്നെ പോകണം എന്നുള്ളത്. ഓർഡർ ചെയ്തിട്ടാണ് പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം പണിയൊക്കെ കഴിച്ചിട്ട് ഓനെ വിളിക്കാനാണ് ഇനിയിപ്പോൾ പോകാനുള്ളത്. ആൾ നമ്മളെ വെയിറ്റ് ചെയ്യാണ്. ആൾക്ക് എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സാമിന് ആ ഒരു എനർജിയിലൊക്കെയാണ് പോയത്. ഞാനും ഉമ്മ ഉണ്ടാകുമ്പം ആൾക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് ആണ് കേട്ടോ. ഈ പറഞ്ഞ മാതിരി അവൻ്റെ എല്ലാ കളിക്കും നിൽക്കാനുള്ള ഒരാളെന്നുള്ള രീതിയിൽ. അങ്ങനെ മെല്ലെ ഞാനും അതുപോലെ തന്നെ മാമിയും കൂടി മെല്ലെ ഓനെ വിളിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ. പോകുമ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു, നമുക്കാണെങ്കിൽ നല്ല വിശക്കുന്നുണ്ടായിരുന്നു. ചില ദിവസങ്ങൾ അങ്ങനെയാണ്, ഇനി എന്താ അറിയില്ല, ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ടെന്ന് കേട്ടോ നമ്മൾ രണ്ടാളും കൂടി നടന്നു പോണേ. അങ്ങനെ ആളെ കിട്ടിയിട്ടുണ്ട്. ആൾ ഇങ്ങനെ തുള്ളിച്ചാടി അങ്ങനെ പോകുന്നുണ്ട്. അത് പണ്ടും നമുക്ക് അങ്ങനെ തന്നെയാണല്ലോ. വീട്ടിലാരെങ്കിലും വിരുന്നാരൊക്കെ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ വേണ്ടപ്പെട്ട ആൾക്കാരുണ്ടാകുമ്പോൾ അന്ന് അത് ഒരു പ്രത്യേക ഒരു രസമാണ് നമുക്ക്. അങ്ങനെ വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടാണ് പോയേ. വന്നപ്പോൾ തന്നെ നേരെ ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ. ഇന്ന് ചോറ്, പച്ചക്കറി, അതുപോലെ കൂന്ത ഫ്രൈ ആണ് ഇന്നത്തെ മെയിൻ ഐറ്റം. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് നന്നായിട്ട് ഫുഡ് കഴിച്ചു. ഈ നന്നായിട്ട് ഫുഡ് കഴിക്കുക എന്ന് പറയുമ്പോൾ നമ്മളെ കൂടെ തന്നെ കഴിക്കാൻ ഒരുപാട് പേരുണ്ടെങ്കിൽ സുഖമായിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ ഞാൻ ചെറുപ്പം മുതലേ കാണുന്നത് തൊട്ടിട്ട് എല്ലാവരും ഒന്നിച്ചിരുന്ന ഫുഡ് കഴിക്കുക. അതിപ്പം വിരുന്നാർ വരുന്നതാണെങ്കിലും ശരി, ഇനിയിപ്പോൾ ആരാണെങ്കിലും ശരി, നമ്മളെല്ലാവരും കൂടി ഒന്നിച്ചിരുന്നിട്ടാണ് കഴിക്കുക. ഒരാൾ കഴിക്കുക, നീറ്റ് പോവുക, എന്നിട്ട് അടുത്ത ആൾ കഴിക്കുക, ആ ഒരു രീതി നമുക്കില്ല. അതുകൊണ്ട് തന്നെ അന്ന് മുതലേ ഇങ്ങനെ ഒരുപാട് കഥയൊക്കെ പറയുന്ന ഒരു ടൈമാണ് ഈ ഫുഡ് കഴിക്കുന്ന ടൈം എന്ന് പറയുന്നത്. നല്ല രസമാണ് അതിന്. പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഒന്ന് ഉറങ്ങി നീട്ടിയതിന് ശേഷം നേരെ മെല്ലെ ഒന്ന് നടക്കാൻ ഇറങ്ങിയിട്ടോ.
മിഠായി വാങ്ങാൻ പോകാന്നുള്ള രീതിയിലാണ് നടന്നതെങ്കിലും നടന്ന് നമ്മളെത്തിയത് ഈ കാണുന്ന മനോഹരമായ ഒരു ഗ്രാമപ്രദേശത്തേക്കാണ്. ഗ്രാമപ്രദേശം എന്നാണോ അതിന് പറയുക? എന്താണെങ്കിലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് ആയിരുന്നു കേട്ടോ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ റിലാക്സ് ആക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിൽ പെട്ടതാണ് ഇതൊക്കെ. കാരണം നമ്മൾ ഈ കാണുന്നതിലൊക്കെ ഭയങ്കര നെഗറ്റീവ് എനർജിയിലുള്ള കാര്യങ്ങൾ കണ്ടുകൊണ്ടെന്നാൽ നമുക്കും ഒന്നിനും ഒരു എനർജി ഉണ്ടാവില്ല. പക്ഷേ ഇതേപോലത്തെ കുറേ കാര്യങ്ങളൊക്കെ കാണുമ്പം ഭയങ്കര റിലാക്സ് ആയ പോലെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട് നമുക്ക് തോന്നും. അങ്ങനെയൊക്കെയാണ് എനിക്ക് തോന്നണേ. അങ്ങനെ മക്കളൊക്കെ അവിടെ നല്ല കളിയിലാണ്. അങ്ങനെ മെല്ലെ ഇങ്ങനെ നടന്ന് നമ്മൾ പോയി. പിന്നെ നേരെ പീടികയിൽ കയറി മിഠായിക്കാണല്ലോ വന്നേ. മിഠായിക്ക് വന്നിട്ടും ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ചു പോയിട്ടോ. അങ്ങനെ തിരിച്ചു വന്നപ്പോഴത്തേനും ചായയൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ചായയും കുഞ്ഞു പഴംപൊരിയാണ് കേട്ടോ. അല്ല, കുഞ്ഞു പഴംപൊരി അല്ല, ഇതിന് ഉണ്ടംപൊരി എന്നാണ് നമ്മളിവിടെയൊക്കെ പറയുക. പിന്നെ നിസ്കാരവും കുറച്ചു നേരം വർത്താനവും TV കാണലും ഒക്കെയായി അന്നത്തെ ദിവസം അവിടെ വൈൻഡപ്പായി.